കറക്കുന്ന ഉടനെ ഈ ക്ലിപ്പ് അവിടെ നിന്ന് ഓടി ഇവിടെ വരും. അങ്ങേറ്റത്തിൽ നിന്ന് ഒരെണ്ണത്തിൽ കൂടെ ഓടി വരുമ്പോൾ 200 മീറ്ററാണ്. 200 മീറ്റർ. അങ്ങനെ ഇത് ഓരോന്ന് 200. അങ്ങനെ 1000 മീറ്റർ ആവും. ഇത് 1000 ആവും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ആശ്രമ മൈതാനത്താണ്. ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു സ്റ്റാളിൽ പരുത്തിയുടെ പഞ്ഞിക്കകത്ത് നിന്ന് നൂല് നിർമ്മിക്കുന്നൊരു കാഴ്ചയാണത്. അതുപോലെ തന്നെ ആ നൂല് കൊണ്ട് തന്നെ ഖാദിയുടെ ഷർട്ട് ഉണ്ടാക്കുന്ന നെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി. ഇവിടെ അതിൻ്റെ മാറ്റി നിൽപ്പുണ്ട്, അതിൻ്റെ ജോലിക്കാരെല്ലാം നിൽപ്പുണ്ട്. അവരോടൊക്കെ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ തന്നെ മാറ്റി ഒന്ന് ഷെയർ ചെയ്യും. ഇതെന്തോ ഇത് ചെറിയ ഇനം പരുത്തിച്ചെടിയുടെ പഞ്ഞിയാണ്. ഈ പഞ്ഞി വലിയ റോളാക്കി വരികയാണ് കണ്ണൂരിൽ നിന്ന്. അത് ഇതുവഴി ഈ മിഷൻ്റെ ഇത് വഴി ഇതിനകത്ത് വെച്ച് പ്രസ്സിങ് ആയി ചെറിയ നൂലായിട്ട് മാറും. ഈ ഒരു ഇത്രയും കനമുള്ള നൂലാണ് ഇവിടെ വെച്ച് അപ്രോൺ എന്ന് പറയുന്ന ഈ സാധനത്തിൽ വെച്ച് പ്രസ്സിങ് ആയിട്ട് ഇത് ചെറിയ ഇനം നൂലാവും. ഇവിടെ കൊണ്ടങ്ങ് ചെറുതാവോ? ഇതിനകത്ത് വെച്ച് ഇത് അരഞ്ഞ് ചെറിയ നൂലാവും. ഇത് 8 സ്പിൻഡിൽ ചർക്കയാണ്. 8 സ്പിൻഡിൽ ചർക്കയിൽ 8 ബോബൻ ഇട്ടിട്ട് അത് 8 ഫ്ലൈവറുവാ. 8 ഫ്ലൈവർ എന്നാണ് പറയുന്നത്. 8 ഫ്ലൈവർ എന്നാ പറയുന്നത്. അത് ഇതിനകത്തൂടെ ഇതിനകത്ത് ഈ സാധനത്തിലൂടെ നമ്മൾ വഴികാട്ടി എന്നാ പറയുന്നത്. ഇത് ഫ്ലൈവർ ഗൈഡ്. ഇതിനകത്ത് ഒരു ട്രാവലറും ഉണ്ട്. ട്രാവലർ സഞ്ചാരി. അതിനകത്ത് ചെറിയൊരു സാധനമുണ്ട്. ആ സാധനമാണ് ഈ നൂലിനെ ഇത്രയും ഇതായിട്ട് കൊണ്ടുവരുന്നത്. ചെറിയൊരു വളയം. ആ വളയത്തിന് ട്രാവലർ എന്നാ പറയുന്നത്. സഞ്ചാരി എന്ന് പറയും. ഇതിനെ ഷേപ്പ് ആക്കി വരുന്നത് ആ ട്രാവലർ. അതില്ല എങ്കിൽ ഇതുപോലെ അതിനകത്ത് ഊരിപ്പോവാണെങ്കിൽ ഇത് വേണം പിരിഞ്ഞ് നൂലെടുക്കാൻ പറ്റത്തില്ല. ഇതാണ് കറക്റ്റിനകത്ത്. ഇത് പിന്നെ നമ്മള് കഴി ഉണ്ടാക്കുക. കഴി ഇതിന് ഒരു കഴി എന്ന് പറയും. ഇത് 1000 മീറ്ററാണ്. ഇത് 5 എണ്ണത്തിനകത്ത് ഇടുക. ഓരോ ഇതിനകത്ത് ഇടുമ്പോൾ ഈ ക്ലിപ്പ് ഇവിടെ നോടി ഇവിടെ വരും. കറക്കുമ്പോൾ ഒരു ക്ലിപ്പ് ഇട്ട് ഞാൻ കാണിക്കാം. ഇതിന് കഴിയുന്ന പറയുന്നത്. ഇത് ബൈൻഡർ ബോർഡ്. ബൈൻഡർ കറങ്ങുന്നതിന് ഇത് ഞാൻ കറക്കുന്ന ഉടനെ ഈ ക്ലിപ്പ് അവിടെ നിന്ന് ഓടി ഇവിടെ വരും. അങ്ങേറ്റത്തിൽ നിന്ന് ഒരെണ്ണത്തിൽ കൂടെ ഓടി വരുമ്പോൾ 200 മീറ്ററാണ്. 200 മീറ്റർ. അങ്ങനെ ഇത് ഓരോന്ന് 200. അങ്ങനെ 1000 മീറ്റർ ആവും. ഇത് 1000 ആവും. ഓരോന്നോരോന്ന് 200 എഴ എന്നാണ് നമ്മൾ പറയുന്നത്. ഒരെണ്ണത്തിൽ 200 എഴ. അങ്ങനെ ഇത് 5 എണ്ണത്തിലിടും. അങ്ങനെ ഒരു കഴിയാക്കി മാറ്റും ഇതിന്. അപ്പോൾ ആദ്യം നമ്മൾ ഈ നൂല് ഇത് ചുറ്റി എടുത്തതിന് ശേഷമാണ് ഇത് പിന്നെ മാറ്റി അങ്ങോട്ട് മാറ്റും അല്ലേ? ഇതാ നൂല് ചുറ്റിയെടുത്ത് ഇതേ നൂല് പോരാക്കും. ആക്കിയിട്ടാണ് ഇതിനെ അങ്ങോട്ട് ഇട്ടിട്ട് കഴിയാക്കി മാറ്റുന്നത്. അതിനുശേഷം അത് ഇതിനകത്ത് വരുമോ? അല്ലല്ല, ഇതിനെ വെള്ളത്തിലിട്ട് ഇതിൻ്റെ കറ കളഞ്ഞ് മിനുക്കപ്പെടുത്തി പശയൊക്കെ ഇട്ട് പിന്നെ അതിനെ കട്ടി വരുത്തി പിന്നെ അത് കളറിട്ടിട്ട് പിന്നെ അത് പാവോടാനായിട്ട് മാറ്റും. അങ്ങനെ വലിയ ബോവനകത്ത് ചുറ്റി ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അത് ലാസ്റ്റുമാണ്. ഇത് ഫസ്റ്റ് പ്രോസസ്സിങ്, അത് ലാസ്റ്റ് പ്രോസസ്സിങ്. ഇതാണ് നമ്മുടെ ഫ്ലൈവർ. ഇത് പരുത്തിച്ചെടിയുടെ. അതാ ഇനം പരുത്തിച്ചെടി. പരുത്തിയുടെ ചെറിയ ഇനം പരുത്തിച്ചെടിയുടെ ഒരു പഞ്ഞിയാണത്. പഞ്ഞി ഇതിനെ വലിയ ഇതുപോലെ ആക്കി മാറ്റും. ഇതെങ്ങനെ ആക്കി എടുക്കുന്നത്? മിഷൻ വഴി അല്ല, മിഷൻ വഴി. ഇത് കണ്ണൂരിന് അതുകൊണ്ട് ഇത് ഏറ്റുകൊടുക്കുന്നു. അങ്ങനെ 2 സ്ഥലമുണ്ട്. അത് കറക്റ്റായിട്ട് ഓഫീസിലുള്ളവർക്ക് അറിയാൻ ഇപ്പൊ എവിടുന്നാ വന്നത്. അങ്ങനെയൊക്കെയുള്ളതാണ് ഇതിന്റെ പ്രോസസ്. ചക്ക 8 സ്പിൻഡിൽ ചർക്ക. 8 സ്പിൻഡിൽ ചർക്ക. 12 സ്പിൻഡിൽ ഫെഡറൽ ചർക്കയുണ്ട്. കാല് വെച്ച് കറക്കുന്നതൊക്കെ ചർക്കയുണ്ട്. ഞങ്ങളുടെ യൂണിറ്റിൽ ഇതാ 8 സ്പിൻഡിൽ ചർക്ക. ഇതിപ്പോ അല്ല, ഇപ്പോൾ കുറേ നാളുണ്ട്. വർഷങ്ങളായി. ഒത്തിരി വർഷം കൊണ്ട് ഇതേ ഇനം ചർക്കയാണ്. ഇത് തടിച്ചർക്കയായിരുന്നു. ഇപ്പൊ അത് വിചാരിച്ച് ഇരുമ്പിന്റെ കൂട്ടതാക്കി. ഞാൻ വള്ളിക്കീഴ് രാമംകുളങ്ങര യൂണിറ്റ്. സ്ഥിരമായിട്ട് ഇത് തന്നെ ചെയ്യാണ്. 16-17 വർഷം കൊണ്ട് ഇത് ചെയ്യുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇത് നൂല് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്.
ആ നൂലുണ്ടാക്കുന്നത് ഖാദിയുടെ ആണ്. ഖാദിയുടെ നൂല്. ഖാദിയുടെ നൂല് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഈ കാണുന്നത്. 72 തുടങ്ങിയതാ ഈ പണി. മാഷിൻ്റെ വീട് എവിടാ? ചാത്തന്നൂർ. ചാത്തന്നൂർ ഇത് വീട്ടിൽ ചെയ്യുന്നുണ്ടോ? ചാത്തന്നൂരുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ പുലീല കേന്ദ്രത്തിലാണ്. നല്ലില അപ്പുറത്ത് പുലീല കേന്ദ്രത്തിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഈ ഖാദിയുടെ ഈ തുണി അവിടെ ഞാൻ ഇപ്പം നോക്കുന്ന ചെട്ടന് 20 തറിയുണ്ട്. ഇതുപോലെ 20 തറി 4 വരിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യിക്കുന്നത്. 20 പേരുണ്ട് ഇതുപോലെ നെയ്ച്ചാറ്. 6 പേര് ഇതുപോലെ ചുറ്റുന്നതിന് കൂടെ ചുറ്റുന്നതിന് അങ്ങനെ 26 പേര് അവിടെ ഷെഡിലുണ്ട്. കാലത്ത് 8 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 4:30 ആകുമ്പോൾ നിർത്തും. 5 മണിക്കുള്ള വണ്ടിക്ക് എല്ലാവരെയും വരും. അതാണ് എൻ്റെ ഡ്യൂട്ടി. അതിനാണെന്ന് വെച്ചാൽ അവർ നെയ്യുന്ന തുണി നോക്കണം. തുണി മുറിക്കേണ്ട സമയത്ത് മുറിച്ചത് തുണി ഇതിനൊക്കെ എന്തോ പേര് പറയുന്നത്? ഇതിന് പറയുന്നത് മഞ്ഞില ഷർട്ടിങ്. പഞ്ഞി കൊണ്ട് അത് സ്ലൈവറാക്കി എടുത്ത് ചർക്കയിൽ വെച്ചത് നൂലായി വരുന്നു. നൂലാണിത്. ഈ നൂല് ഇത് ചർക്കയിൽ വെച്ചെടുക്കുന്ന നൂല്. അതിനുശേഷം ആ നൂല് കളറിങ്ങിന് ഡൈയിങ്ങിന് വിടും. ഡൈ ചെയ്ത് വന്ന നൂലിനെ പ്രോസസ് ചെയ്യുന്നത് പശ കൊടുക്കും. നൈസ് പശ കൊടുത്ത് അത് ചുറ്റി ഇട്ടമ്പയിൽ പാവോടി ഈ പാവ് റോളി ചെയ്താണ് കറി കയറ്റിയാണ് നെയ്ത് തുണിയാകുന്നത്. അതുപോലെ മുണ്ടായാലും ശരി തന്നെ, ഷർട്ടിൻ്റെ തുണിയായാലും ഏത് സൈസായാലും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്രെമ്മൽ ഇതുപോലെയുള്ള നൂല് പഞ്ഞി വന്ന് നൂലാക്കിയെടുത്ത് തുണിയായിട്ടാണ് പോകുന്നത്. പഞ്ഞി നമുക്ക് തരുന്ന് തിരിച്ച് നമ്മൾ തുണിയായിട്ട് അപ്പുറത്തോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രോസസ്സിങ് മൊത്തവും അതിനകത്തുള്ളവർക്ക് അറിയാവും. ചാത്തന്നൂരുണ്ട്, ഇപ്പോൾ പുലിയിലുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഹെഡ് ഓഫീസ് ഇപ്പം ഇവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ്. ഖാദി ബോർഡിൻ്റെ കർബല ജംഗ്ഷനിലെ ഖാദി ബോർഡിൻ്റെ അവിടെ വലിയ സ്റ്റോർ റൂമും ഓഫീസും എല്ലാം അവിടെ. അപ്പോൾ അവിടുത്തെ കൺട്രോളിങ്ങിലാണ് ഇതെല്ലാം ഈ സ്റ്റാൾ ഇവിടെ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഞാൻ അവിടുത്തെ ജീവനക്കാരൻ. ഞാൻ പറഞ്ഞില്ലേ 20 കറി ഞാൻ അവിടെ പുലിയിലെ പ്രവർത്തിക്കുന്നു. 20 കറിയുടെ മേൽനോട്ടവും ആ സെൻറ്ററിൻ്റെ ചുമതല എനിക്കാണ്. മാസം തുണിയുടെ കണക്കയച്ചു കൊടുക്കണം. തുണി വണ്ടി വരുമ്പോൾ കൊടുത്തു വിടണം. അവർ റാ മെറ്റീരിയൽസ് നമുക്ക് ഇതുപോലെ നൂല് പാവും എല്ലാം കൊണ്ടുവന്ന് റാ മെറ്റീരിയൽസ് വണ്ടിക്കകത്ത് അവിടെ കൊണ്ടിട്ട് സപ്ലൈ ചെയ്യും. നമ്മൾ തുണി ആയാൽ കൊടുക്കണം. അത്രയേ ഉള്ളൂ. മാസം തോറും അവർക്ക് വേതന നല്ല രീതിയിലാണ് വേതനം കിട്ടുന്നത്. എന്താ ഇതെല്ലാം കൈ കൊണ്ടുള്ള വർക്കാണ് കേട്ടോ. ഹാൻഡ് വർക്കാണ്. അടി ചെയ്ത് ചർക്ക ചെയ്ത് താരിയിട്ട് കേട്ടോ. ഇതെല്ലാം നാടകം വഴി എന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിച്ചാൽ മതി, എല്ലാവർക്കും അറിയാം. അതാണ് എൻ്റെ രീതികൾ.